ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വൈബ്സ്. എന്താ കുഞ്ഞ പരിപാടി പറഞ്ഞോടുക്ക്? എയർപോർട്ടിക്ക് പോവാണ്. ആരെ കൊണ്ടുവരാന്? ഇപ്പനെ കൊണ്ടുവരാന്. അപ്പൊ അത് പറഞ്ഞ മാതിരി ഷെബുവിന്റെ ഉപ്പന്ന് വരികയാണ്, നാട്ടിൽ നിന്ന് വരികയാണ്. അന്ന് നമ്മൾ പോയ വ്ളോഗുകൾ കണ്ടതല്ലേ, അന്ന് പോയിട്ട് ഇപ്പൊ എന്നാണ് വരുന്നത്. ഇപ്പൊ കുട്ടിനെ കണ്ടിട്ടില്ല. എന്താ ഷെബുവിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം ഇതാണ് ഈ മാസം. അപ്പൊ 1-ാം തീയതി ഈ വ്ളോഗ് എടുക്കണത് കേട്ടോ. ഈ മാസം 7-ാം തീയതി ആയിരുന്നല്ലോ ഡേറ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ വരാമെന്ന് കരുതിയിട്ടാണ് പോയത്. ഷെബുവിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ പോയത്. അപ്പോൾ പിന്നെ ഷെബുവിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആയതുകൊണ്ട് ഉപ്പാക്ക് പിന്നെ വരാൻ പറ്റിയില്ല. പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയില്ല. അപ്പോൾ ഒന്ന് ഉപ്പന്ന് വരികയാണ് അല്ലേ? അല്ലേ? അപ്പൊ അതുവിന് എന്തൊക്കെ സാധനങ്ങൾ? അതുവിന് കൊറേ സാധനങ്ങളുണ്ട്. ഫുള്ള് സർപ്രൈസ് ആണ് അതുവിന്. പെട്ടിയിൽ കൊറേ സാധനങ്ങളുണ്ട്. അതുവിന് കൊറേ സാധനങ്ങൾ പറഞ്ഞാൽ അതൊക്കെ കാണിച്ചു തരാം. ശരിക്കും എല്ലാവരും നാട്ടിൽ നിന്നാണ് സാധനങ്ങൾ, അല്ല ഗൾഫിൽ നിന്നാണ് നാട്ടിൽ സാധനങ്ങൾ കൊണ്ടുവരിക. ആദൂന് ഗൾഫിൽ നിന്ന് പറഞ്ഞ നാടാണ്. നാട്ടിൽ നിന്നാണ് ഓനില്ല സാധനങ്ങൾ മുഴുവൻ അങ്ങോട്ട് വരുന്നത്. കാരണം എന്താ, ഒരുപാട് സാധനങ്ങൾ കേട്ടോ. കാരണം ഓൻ്റെ അപ്പ കുറേ സാധനങ്ങൾ കൊടുത്തയച്ചിക്കണു. പിന്നെ അതുപോലെ അതായത് ഓൻ്റെ അമ്മമ്മ, അതായത് എൻ്റെ അമ്മ കുറേ സാധനങ്ങൾ ആദൂന് കൊടുത്തയച്ചിക്കണു. അങ്ങനെ 2 വീട്ടിൽ നിന്ന് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ആദൂന് അല്ലേ? പിന്നെ അപ്പോൾ ഇതാണ് നമ്മളെ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഉപ്പാനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. 4 മണിക്ക് ഉപ്പ എയർപോർട്ടിൽ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപ്പാനെ പോയി എടുക്കണം. ഉപ്പാൻ്റെ കൂടെ നല്ലപ്പുണ്ട്, അതായത് ഷെബുവിൻ്റെ ഉപ്പാൻ്റെ ബ്രദർ, നമ്മളെ ആ ബ്രദർ, ഈ നല്ലപ്പാൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു ഉവൈസ്. ആ കല്യാണത്തിന് വേണ്ടി പോയതേനു ഉപ്പ. എല്ലാവരും ഞങ്ങളൊക്കെ പോകേണ്ടത് തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഷെബുവിൻ്റെ ഡെലിവറിയും കാര്യങ്ങളും ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഉപ്പ ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോയി അടിച്ച് പൊളിച്ച് ഇതാ വരുന്നത്. ഇൻഷാ അല്ലാഹ് ഞങ്ങളും വൈകാതെ നാട്ടിൽ പോകും. ഇല്ല കുഞ്ഞാ? പോകൂലേ? പിന്നെ അവർ ഉമ്മാക്കും കുട്ടിക്കും, ഷെബുവിനും കുട്ടിക്കും അടിപൊളിയാണ്. അൽഹംദുലില്ലാഹ് എല്ലാം പ്രായത്താണ്, ഒരു കുഴപ്പമില്ല. ഒരു 2 സുഖമായിട്ട് വീട്ടിലിരിക്കണ്ടില്ല? അതോ ഇല്ലേ? വീട്ടിലിരിക്കുന്നുണ്ട്. പിന്നെന്താ കുഞ്ഞു ബേബിന്റെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താ? ഷെബുവിന്റെ അടുത്ത് കിടക്കുന്നുണ്ട്. ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഉമ്മ ഉണ്ട്. ഓല് 2 പിന്നെ ഷെബു അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഓല് പോരാ. ഞാനും അതുമാണ് പോയിക്കൊണ്ടിരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഉപ്പ പോന്നിട്ട് അതുകൊണ്ട് കുറെ സാധനങ്ങൾ കിട്ടും. എൻ്റെ മമ്മി ഇപ്പൊക്കെ കൊണ്ടുവരുന്നത് അതൊക്കെ കാണിച്ചു തരാം അല്ലേ? സർപ്രൈസ് ആണ് അതുവിന് ഫുള്ളില്ലേ? കാണിച്ചു കൊടുക്കൂലേ? കാണിച്ചു കൊടുക്കുവോ? എന്താ അന്തം മുട്ടിക്കണ? കാണിച്ചു കൊടുക്കുവോ? വേറെ പണിയിലാണ്. അപ്പൊ നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പൊ അതാ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിട്ടോ. എയർപോർട്ടിൽ എത്തിയാൽ എയർപോർട്ടിന്റെ പുറത്തെത്തി. പക്ഷെ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ടില്ല. ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ പോവുള്ളൂ അല്ലേ? അതിനൊരു ക്ഷമയില്ല കേട്ടോ. ഉറക്കം ആൾക്ക് വന്നിക്കണ്. പക്ഷെ ഓനിപ്പോൾ വന്നിട്ട് ആ പെട്ടി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തൊക്കെ കിട്ടിയിട്ടേ ഒരു സമാധാനമുള്ളൂ. പണ്ടൊക്കെ ഓർമ്മയുണ്ട്, നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരിക എന്ന് പറഞ്ഞാൽ ആണ് പെട്ടി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലത്തൊക്കെ പാടുണ്ട് കിട്ടിയ മുട്ടായി എന്താ അതിനുള്ളിലത്തെ സാധനങ്ങൾ കിട്ടിയാലേ ഒരു സമാധാനമുള്ളൂ. അപ്പൊ അതേ അവസ്ഥയിലാണ് ഈ കുട്ടി ഇരിക്കണത് അല്ലേ? ഒങ്ങിക്കോ പല നോക്കാൻ വരുന്നുണ്ടെങ്കിൽ ഒങ്ങിക്കോ എയർപോർട്ടിലേക്ക് പോവാ. അപ്പൊ ഞങ്ങൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ വിളിച്ചിട്ട് വേണം ഉള്ളിക്കോട് പോവാൻ. കാരണം അല്ലെങ്കിൽ ആ പാർക്കിങ്ങിൽ ഇട്ടിട്ട് അതിന് ഉള്ളിലൊക്കെ നടക്കണം. അതിലേറെ നല്ല ഉപ്പ് വിളിച്ചുകൊണ്ട് പോവാണ് അല്ലേ? അപ്പൊ ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യല്ലേ? അപ്പൊ ഇനിയിപ്പൊ വന്ന് പെട്ടിയൊക്കെ പൊട്ടിച്ചിട്ട് വേണം കുട്ടിന്റെ എന്തൊക്കെയാ ഉള്ളത് അല്ലേ? സർപ്രൈസ് ആണ് അല്ലേ? എല്ലാരും കാട്ടി കൊടുക്കൂലേ? എല്ലാരും കാട്ടി തരാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഉപ്പ് വന്നിട്ട് പലരും പിക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പൊ ഇപ്പൊ അവിടെ എത്തി തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പാനെ മിസ് കോൾ വന്നു. അതോ എന്നാ ചോദിച്ചോക്കാ. എന്താ ഇപ്പൊ ആയിട്ടില്ല ചോദിച്ച്? ഇല്ല ഇപ്പൊ എടുക്കും. ഇപ്പൊ പോണ്
ചോദിച്ചോക്ക ആ എവിടെ എത്തി പുറത്തിറങ്ങിയപ്പാ ഇതാ ഞങ്ങള് ഇവിടെ ഞങ്ങളിവിടെ ഉണ്ട് എയർപോർട്ടിന്റെ പുറത്ത്. നിങ്ങൾ പുറത്തിറങ്ങാൻ നേരത്തെ വിളിച്ചിട്ടോ. ഞങ്ങളുടെ പുറത്തേക്കുണ്ട്. ഓക്കെ. ഇവനിവിടെ എലിയും തുമ്പും പറിച്ചു കുത്തിരിക്കുകയാണ്. എനക്ക് വേറെ പണിയൊന്നുമില്ലേ കുഞ്ഞാണ്ടിയെ? ഡാ ഇതാർക്കാ പശുവിന് കൊടുക്കാനാ അമ്പക്ക് കൊടുക്കാനാ? ഒരേ കണ്ടങ്ങൾ 50 പൈസ കണ്ടടാ. അപ്പൊ ഇപ്പൊ തിഞ്ഞ എന്താണ് പോവല്ലേ? ഈ വണ്ടിക്കാരൊക്കെ ഇതേമാതിരി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഫ്ലൈറ്റ് ഇറങ്ങിയതാണ്. ഓല് പോയി. ഫ്ലൈറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഓല് പോകും. നമുക്ക് മെല്ലെ മെല്ലെ പോയി നോക്കാലോ. ആ വണ്ടി പഞ്ചറായതാട്ടോ തോന്നുന്നുണ്ട്. ഭയങ്കര കഷ്ടമാണ് ഈ വെയിലത്തൊക്കെ പഞ്ചറായി മാറ്റിയിട്ട് പോകുമ്പോഴേക്കിനെ. കഴിഞ്ഞോ? അതിലൊക്കെ പുറത്ത് കിട്ടാ. എന്തെങ്കിലും വിഷം എന്തെങ്കിലും ആണോ ഒന്നും അറിയില്ല. കൈ പുറത്ത് കിട്ടാ. എന്നാ ടീഷോട് കൈ ഉടച്ചാ തുടച്ചാ എന്നിട്ട് പുറത്തേക്കിട്. ഒക്കെ പുറത്തേക്കിട്. ഓക്കെ എന്നിട്ട് ഗ്ലാസ് പോക്കട്ടെ. പുറത്തേക്കിട്. ഇട് കഴിഞ്ഞോ? ഓക്കെ താങ്ക് യു. നീ പോയോക്കല്ലേ? ആ കണ്ണട ശരിക്കും വെക്ക്. ഇപ്പൊ നെട്ടണം കണ്ണട കണ്ടിട്ട്. മോനെ അപ്പൊ സെറ്റ് പോവാ. നമ്പർ 4 എവിടെ നോക്കാം. അപ്പൊ നമ്പർ 4 പപ്പ കേട്ടേ. അപ്പതാ ഞങ്ങള് വീട്ടിലെത്തി പെട്ടി പൊട്ടിച്ചാലും കഴിഞ്ഞിട്ടോ. ഇതാണ് പെട്ടി തുറക്ക്. ഈ പെട്ടിയില് ഫുള്ള് ആദൂരിലെ ചാനങ്ങളാട്ടോ. ഫുള്ള് തുറക്ക്. മോനെ കിട്ടിയോ? ഇതൊക്കെ ആദൂനില്ലേ? ആ പടച്ചോനെ ഓരോന്ന്. ഓക്കെ കാണിച്ച് ചപ്പൊന്നെ. ഇതൊക്കെ ഓൻ്റെ സാധനങ്ങളാട്ടോ. ഇത് നാട്ടിന്ന് തോടണില്ല. അമ്മ പടച്ചോനെ തോടണില്ല പടച്ചോനെ. ഇതാ ശബു വീഡിയോ എടുത്താൽ ഞങ്ങൾ കാണിച്ചു തരാം. മോനെ ഇതിന്റെ കുട്ടിക്ക് നാട്ടിൽ നിന്ന് മിരുമ്മ കൊടുത്തയച്ച ബൂട്ട്. പിന്നെ ഇത് മിട്ടൂനും മൂന്നില്ല കേട്ടോ. പോലെ ജേഴ്സിയാണ്. നോട്ടെ ജേഴ്സി. ഇത് മോനെ ആദം മോനെ ഇപ്പൊ തന്നെ ഉദ്ഘാടനങ്ങൾ പിന്നക്കുന്നില്ല നമ്മള്. നിക്ക് പൊളി സെറ്റ്. കറക്റ്റ് സൈസ് ആണെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് സൈസ് ആണ്. സൂപ്പർ പേര് ആദം. പിന്നെ ഇതും ആദമിന് നാട്ടിൽ നിന്ന് ഉമ്മയിട്ട് കൊടുത്തയച്ചാണ്. പക്ഷെ വലിപ്പം കൂടുതലാണ് തോന്നുന്നില്ലടി. വലിപ്പം ഇച്ചിരി കൂടുതലാണ് തോന്നുന്നുണ്ട്. പാന്റ് ഓന്റെ സൈസ് ഒക്കെ ഉമ്മാക്കിട്ടും കണ്ടില്ലല്ലോ. എന്ന് കണ്ടാണ് സൈസ്. ഇത് പപ്പന്റെയാണ്. പിന്നെ ഇത് പപ്പന്റെയാണ്. പിന്നെ ഇത് ഞാൻ കുട്ടിക്കില്ലേ സ്കെച്ച് ഷൂ ആണ്. ഇത് നമ്മൾ ഡക്കാത്തലോണ്ട് വാങ്ങിയ കേട്ടോ. ഇത് 3 വീലാണ്. ഇവിടെ 3 വീൽ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ. അതുകൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവച്ചത്. ഇത് ഇങ്ങനെ സ്ട്രൈറ്റ് വീലും ആക്കട്ടോ. ഞാൻ അത് ഓടിച്ചാണ്ട് ഇത് കാണിച്ചു തരാം. പിന്നെ ഇതതിലെ സേഫ്റ്റി മുട്ടുമീൻ ഹാൻഡിലൊക്കെ വെക്കണ കാർഡാണ്. ഇതെന്താ പറയട്ടോ മോനെ ബൂട്ട്. ഇത് മിട്ടൂനും ഇമ്മൂനും അതേമാതിരി നമ്മളെ റാനമ്മയുടെ മക്കളില്ലേ മിട്ടു ഇമ്മു അവരെ ബൂട്ടാണ്. അവർക്ക് അതേമാതിരി തന്നെ പേര് എഴുതിപ്പിച്ചാട്ടോ കേട്ടോ. എന്തൊരു ഹാരിൻ ഹിമാൻ അങ്ങനെ അവരുടെ പേരാണ്. കുപ്പായിട്ട അതിന് 6 പാക്ക് എല്ലാവരും കാണണ്ട. ട്രൗസർ അത് തരാ. എന്നിട്ട് ഇപ്പൊ ഇട്. അത് മിട്ടും മൂറ്റൊക്കെ സെറ്റ് ആക്കാം. ഇത് നിന്റെ കുട്ടി ഇതൊക്കെ ഇട്ട്. പിന്നെ അതുപോലെ നമ്മളെ സ്വാഭാവിക പിന്നെ ഷെബുവിന്റെ മരുന്നും കാര്യങ്ങളൊക്കെയാണ് അത് കൊടുത്തയച്ചിട്ടുള്ളത്. പക്ഷെ കുട്ടി കാര്യമുണ്ടാണ് കേട്ടോ. ഷെബു പോയി. കുട്ടി കാര്യമുണ്ട്. ഷെബു നമ്മളെ വീഡിയോ എടുത്ത ആള് എടുത്തോ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോ.
കണ്ടോ സാധനങ്ങൾ കഴിഞ്ഞോ? ആ മോൾക്കോക്കെ ഇത് ഈ ബൂട്ട് എന്ന് പറഞ്ഞാല് നമ്മളെ ജിമ്മത്തെ മാഷക്ക് കൊടുന്ന കേട്ടോ. അയാള് നമ്മളെ ഇന്ന ഈ ഒരു കോലത്തിലാക്കിയതല്ലേ, അതുകൊണ്ട് മാഷ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു ബൂട്ട്. പിന്നെ ആദ്യം സ്കേറ്റ് ഷൂ ഒക്കെ ഇട്ടല്ലേ, ഇനി ഇട്ടോക്കല്ലേ? ഇത് മിക്കവാറും അടിയാവും തോന്നുന്നുണ്ട് കളറിൻ്റെ കാര്യത്തിൽ. ഇട്ടോക്കല്ലേ? പാപ്പ ചറ്റാക്കി തരാം. ഇനി ഇതൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. പ്രധാനപ്പെട്ടൊരു സാധനം മറന്നിട്ടോ, ഇത് ഇഞ്ച പെങ്ങന്മാര് ആദൂന് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചാട്ടോ. ചെണ്ട മിക്കവാറും ചെണ്ട അതാക്കണ്. ഇത് ഹിബിയും ഭാവിയും ഇത് ഈ ഭാവ കൊടുത്തയച്ചാണ്. അതേമാതിരി ഡ്രസ്സ് ഹിബി കൊടുത്തയച്ചാണ് കേട്ടോ. പൊട്ടിക്ക ടണ്ടടക്കടട്ടെ ടണ്ടടക്കടട്ടെ ടണ്ടടക്കട ടണ്ടട കൊട്ട് കൊട്ട് കൊട്ട്. ആ വടി ആ വടി കൊണ്ട് കൊട്ട്. ആ അങ്ങനെ തന്നെ. ആ 2 വടി എടുക്ക്. ആ കൊട്ട് കൊട്ട്. ആ മതി. ഇനി സ്കേറ്റ് ഷൂ ഒക്കെ ഇട്ടോക്കല്ലേ? ഇനി സ്കേറ്റ് ഷൂ ഒക്കെ ഒന്ന് ഇട്ടിട്ട് എങ്ങനെ ഉണ്ട് നോക്കട്ടെ കേട്ടോ. അതിനനുസരിച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാം. കൂട്ടി ഇതൊക്കെ ഇങ്ങനെ തന്നെ എല്ലാം ഇടുക. അപ്പോൾ ആദ്യത്തെ ഒന്ന് ഇട്ട് നോക്കട്ടെ കേട്ടോ. സേഫ്റ്റി നോക്കട്ടെ. ഇതല്ലേ കുറിച്ചോ ഹെൽമെറ്റ് ഇട്ടതുകൊണ്ട് ആദ്യം ഞാൻ ഹെൽമെറ്റ് അടിയിച്ചു കരുതി അറിയുമോ മൂളാലും സേഫ് ആകാൻ വേണ്ടിയിട്ട് നിനക്ക് കാണിക്കാം. സേഫ്റ്റിയാണ് നമുക്ക് പേച്ചാണ് കേട്ടോ. 3-4 പപ്പനെ പൊന്നിന് പരിക്ക് പറ്റാത്ത സാധനങ്ങളാണ് പപ്പ വാങ്ങിക്കുന്നത്. ഇത് മുട്ടിനാവൂലടി, ഇത് കൈമുട്ടിന് കാൽമുട്ടിന് പിന്നെ സിഗിരാച്ചയ്ക്ക് കൊടുക്കുന്നു കേട്ടോ. ഇല്ല പപ്പ കുടിച്ചോ അവിടെ കുടിച്ചൊക്കെ തിരിഞ്ഞോ മേടിച്ചൊക്കെ അതാ. ഇത് കാലിലിട്ടിട്ടുണ്ട് പപ്പടുണ്ട്. അതന്നെ പറഞ്ഞത്. ഇത് വീഴൂല കേട്ടോ. വീണാലും ഒന്ന് പറ്റാതിരിക്കാനാണ് ആദ്യം സേഫ്റ്റി മസ്റ്റ് കേട്ടോ. 2 കാല് വെക്കും. എല്ലാം പപ്പ എങ്ങനെ സേഫ്റ്റി ആട്ടോ. സേഫ്റ്റി ഈസ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇവർക്ക് ആദ്യം ഇതിനെ ഫസ്റ്റാണ് ഓടുന്നത്. ആദ്യം നമ്മൾ സേഫ്റ്റി നോക്കണം, അല്ലാതെ അപകടം ഒരുത്തന്നെ തങ്ങളുടെ ഫുള്ള് റെഡി ആയിക്കണ്. എന്നാ അപ്പം കൈ അടിക്കുക എല്ലാം അടിക്കുക. ഫുൾ സേഫ്റ്റി ഉണ്ട് കേട്ടോ. അതുകൊണ്ടൊരു പേടിയില്ല. കാരണം ഫുള്ള് സേഫ്റ്റിയാണ് കൊടുത്തിക്കണ്. കൈ പിടിച്ച് നിന്നാ കണ്ടോ. ഈ കയ്യിന് ഇവിടെ സ്റ്റീലിൻ്റെ ഇങ്ങനെ അടിക്കുക കണ്ടോ. സ്റ്റീലിൻ്റെ ഒരു ഇത് ഉണ്ട് ഈ കാലിന്. അതേമാതിരി കാലിൻ്റെ മുട്ടിനും സപ്പോർട്ടർ വാങ്ങിക്കണേ. ആ വല്ല പോര് പേച്ചണ്ട പോര്. തലമ്മ ഹെൽമെറ്റ്. അതേമാതിരി ഇത് ഹെൽമെറ്റ് ഉണ്ട്. നിങ്ങൾ ഫുൾ ബാക്ക് കവറാണ്. അതായത് തല തിരിഞ്ഞു വീണാലും ഇത് ഒന്നും പറ്റൂല. കണ്ടോ ഇത് ഫുള്ള് ഡക്കാത്തിലോണ സാധനം കേട്ടോ. കണ്ടോ കൈയുണ്ട പേടിച്ചണ്ട കൈയുണ്ട. ആ ആ ആ ഇങ്ങോട്ട് വണ്ടി ആ കൈ ഞാൻ ഓനൊന്ന് ഓടിപ്പിച്ച് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് വരാം. ടൈൽസ് കുറച്ച് സ്പീഡ് കൂടുതലാണല്ലേ. ഗ്രൗണ്ടിൽ പോയത് സെറ്റ് ആവാം. അപ്പൊ ക്ലിയർ ആണോ രാവിലെ? ആ കൊട്ടിക്കോ ആ ഇവിടെ കാര്യമായിട്ട് ഓട്ട് തന്നെയാണ്. ബുഗണും ഉണ്ട് നീച്ചനും ഉണ്ട്. അപ്പൊ എന്താണ് ഇനി എന്താണ് ഊരി തരണോ? ആ കുപ്പായ ഇച്ചിരി വലിപ്പുണ്ടെങ്കിൽ ഇച്ചിരി അതിനടി ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. കണ്ട വലിപ്പം മാറി തോന്നി. ഇനി ഇട്ട് നോക്കി കേട്ടോ. ഇനി ജെയ്സി ഇനി ജെയ്സി ബൂട്ടൊക്കെ ഉണ്ട്. ഞാൻ ജെയ്സി ബൂട്ട് നോക്കട്ടെ കേട്ടോ. ആ ഓക്കെ. അതിലൊന്ന് അതുവിൻ്റെ ആണ്. ആ തുറക്കി സീപ്പൊക്കെ തുറന്ന് നോക്കി. ഏതാ നോക്കി? ആ നോക്കി. എന്നിട്ട് ഡ്രസ്സൊക്കെ അയച്ചിട്ട് ഇടി നോക്കട്ടെ. അത് പേര് നോക്ക് ആദ്യം. പേര് നോക്ക് ബാക്കില്.
അപ്പൊ ഇതാക്കണേ ഡ്രസ്സൊക്കെ മാറ്റിയൊക്കെ കളിക്കളത്ത് ഇറങ്ങിക്കണ്. മറ്റൊന്ന് ബൂട്ടുമ്മ ചളിയായി എന്ന് പറഞ്ഞിട്ട് ഇല്ല ബൂട്ടുമ്മ ചളി ആയിക്കോട്ടെ സാരല്ല. എടാ ഇഷ്ടായോ? എന്താണ് പറയും? സൂപ്പർ. തിരിഞ്ഞ അങ്ങനെ അവിടുത്തെ ഒരുത്ത വീണും ചെയ്തു. അതുമ്പോ കൂടി ബൂട്ടിട്ടാണ് ആരെങ്കിലും മണ്ടുവോ? അതോ അതുമ്പോ ചളിയാവും. മിട്ടൂട്ടാ എന്റെ ബൂട്ടുമ്പത്തെ ചളി കാണിച്ചു കൊടുത്ത അടിയില് കണ്ടോ? ഇഷ്ടം പോലെ ചളിയുണ്ട് കണ്ടോ? ഒരുത്തൻ ചളിയായി ഉണ്ടാക്കണേ. ഓ ഇതാണ് ഇതേമാതിരി പേര് അടിച്ചാണ്ട് ജെയ്സി കൊടുന്ന കേട്ടോ. ആദം എങ്ങനുണ്ട്? ഇങ്ങനെ അടിയടാ, ഇങ്ങനെ അടി. ഓക്കെ അപ്പൊ സെറ്റല്ലേ? രസമുണ്ടല്ലേ ജെയ്സി? ഒരുത്തം ചളിയായി എന്ന് പറഞ്ഞാണ് ഇരിക്കണത് കേട്ടോ. കുഞ്ഞാ സാറിൽ അച്ചിരി ചളി ആയിക്കോട്ടെ. ഓ ജമ്മാ നോക്കണ്ട മോന്നുണ്ടെങ്കില് എൻ്റെ മുഖം നോക്കി ദേഷ്യപ്പെട്ടേക്കാണേ. പപ്പ തുടച്ചു തരാ ആക്കണ്. മറ്റോനെ ഇപ്പൊ ഡ്രസ്സൊക്കെ തുടച്ചിട്ടേ പോണ കേട്ടോ. പിന്നെയും നോക്കണാക്കണ്. അടിച്ചാടാ ഓൻ ഇട്ടെടുത്തോ. പന്തിട്ടെടുത്താണി. ഇത് മിക്കവാറും അടിച്ച് പിരിയും. കമോൺ കൊടുക്കടാ. നല്ല രസമുണ്ട് കേട്ടോ ജെയ്സിന്റെ കളറ്. നല്ല അതാ വീണ്ടും നോക്കണു ചളിയാക്കണ. വീണ്ടും നോക്കണേ അങ്ങനെ ചളി വീണ്ടും നോക്കണേ. എടാ ചളി മിട്ടു എന്നെ ചളി അടി കൊടുത്താ കണ്ടോ? നോക്കാ കണ്ടോ എന്നെ വേഗം ചളി കണ്ടോ? ഭാഗം കൊടുത്തിട്ടോ. അപ്പൊ ഓക്കെ. അപ്പൊ അതാ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഞങ്ങളൊന്ന് ടെസ്റ്റ് അടിച്ചാൻ വേണ്ടി ഇറങ്ങിയാണ് അല്ലേ മിട്ടോ? ആദ്യമായിട്ടാണ് ഒക്കെ സെറ്റ് ആയത്. ഒരുത്തന്റെ ബൂട്ടുമ്പോ ചളിയായിട്ട് ഇല്ല കളിയാക്കണില്ല. ആരും കളിയാക്കണ മിട്ടോ അമ്മോ സെറ്റ് ആയില്ലേ? എടാ ബൂട്ടായ ചളിയാവും. ഇല്ല പപ്പ ചീത്ത പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. പപ്പ കളിയാക്കിയിട്ടില്ല. ആകണ് മുട്ടാ വിട്ടുട്ടാ ബൂട്ടായ ചളിയാവൂലേ? ഒന്ന് പറഞ്ഞു കൊടുക്കിട്ടോ ഒരുത്തന്. ഇഞ്ഞു ഇതേ ജെയ്സി എനിക്കും ഇനി നമ്മളെ ചെറിയ ചോട്ടാപ്പിക്കും വരുന്നുണ്ട് കേട്ടോ. ഇതേമാതിരി ജെയ്സി പേര് എഴുതി അടുപ്പിച്ചത് നമ്മളെ തുണക്കാരൻ താഹിർ മേലാറ്റൂർ സ്റ്റാർ സ്പോർട്സ് ഓനടിച്ചെന്നാണ്. അപ്പോൾ ഇതേമാതിരി ഇനി അദീമിനും വരുന്നുണ്ട്, എനിക്കും വരുന്നുണ്ട്. അത് നമ്മളിനി വൈകാതെ ഇങ്ങോട്ട് എത്തും. രണ്ട് ഡിഫൻഡറും 3 ഫോർവേഡും. ഞാൻ ആദ്യം ബാക്ക് ഡിഫൻഡറാണ്, ഇവർ രണ്ടാളും 3 ഫോർവേഡാണ്. ആരെ പറയണേ? അന്റെ ഉമ്മിക്ക് എന്താണ് നിങ്ങൾ അവിടെ എന്തിട്ടാണ് പന്തല് മലപ്പുറത്ത് വരൂ. ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഓക്കെ ബൈ.